ഇന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള ധാരണ എന്ന ശീർഷകത്തോടെ നമുക്ക് ദൈവവചനം പഠിക്കാം. സങ്കീർത്തനം 14 ദൈവവചനം നോക്കാം. നമുക്ക് സങ്കീർത്തനം 14 അധ്യായം 1 നോക്കാം. ദൈവം ഇല്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. അവൻ എന്താണ് പറയുന്നത്? ദൈവം ഇല്ല എന്ന്. ദൈവം ഇല്ല എന്ന് വിഡ്ഢികൾ പറയുന്നു. ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്നും മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ഈ ധാരണ ഒരു പ്രധാന ഭാഗമാണ്. മനസ്സിലാക്കുന്നവർ ഉണ്ടെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുന്നവർ. ഇതനുസരിച്ച് ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ സ്വഭാവസവിശേഷതകൾ എന്താണ്? അവർക്ക് ധാരണയുണ്ട്. നമുക്ക് 3 വാക്യം നോക്കാം. ദൈവം ഇല്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്നും മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. നീതികേട് പ്രവർത്തിക്കുന്നവർ ആരും അറിയുന്നില്ലയോ? അപ്പം തിന്നുന്നതുപോലെ അവർ എന്റെ ജനത്തെ തിന്നുകളയുന്നു. യഹോവയോട് അവർ പ്രാർത്ഥിക്കുന്നില്ല. അവർ അവിടെ അത്യന്തം ഭയപ്പെട്ടു. യഹോവ നീതിമാന്മാരുടെ തലമുറയിൽ ഉണ്ടല്ലോ. സങ്കീർത്തനം 14 പറയുന്നത് ധാരണയില്ലാത്തവർ ദൈവത്തെ അന്വേഷിക്കുന്നില്ല എന്നാണ്. അപ്പോൾ ധാരണ ദൈവജനത്തിന്റെ ഒരു പ്രധാന സ്വഭാവസവിശേഷതയല്ലേ? ധാരണയില്ലാത്തവർ ദൈവമില്ലെന്നു വിചാരിക്കും. അങ്ങനെ അവർ അഴിമതിക്കാരായിത്തീരും. അവരുടെ പ്രവൃത്തികൾ നീചമായിരിക്കും. മറുവശത്ത് ധാരണയുള്ളവർ ഒരിക്കലും അങ്ങനെയാകില്ല. സങ്കീർത്തനം 53 അധ്യായം 1 വാക്യം നോക്കാം. നമുക്ക് 53 അധ്യായം 1 വാക്യം നോക്കാം. ദൈവം ഇല്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായി മ്ലേച്ഛമായ നീതികേട് പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്നും മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. എല്ലാവരും പിൻവാങ്ങി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലും ഇല്ല. ഇതാണ് ഭൂമിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. എന്നാൽ ധാരണയുള്ളവർ ദൈവത്തെ അന്വേഷിക്കും. ധാരണയുള്ളവർ പിതാവിന്റെ യുഗത്തിൽ ദൈവമായ യഹോവയെയും പുത്രന്റെ യുഗത്തിൽ യേശുക്രിസ്തുവിനെയും പരിശുദ്ധാത്മാവിന്റെ യുഗത്തിൽ ആത്മാവിനെയും മണവാട്ടിയെയും അന്വേഷിക്കുന്നു. അവർ ദൈവത്തിന്റെ യഥാർത്ഥ ജനമാണ്. അപ്പോൾ അത്തരം ധാരണയില്ലാത്തവർക്ക് ദൈവം തന്റെ കൃപ അവർക്ക് നൽകില്ല. നമുക്ക് യെശയ്യാവ് 27 അധ്യായം 11 വാക്യം നോക്കാം. അതിലെ കൊമ്പുകൾ ഉണങ്ങുമ്പോൾ ഒടിഞ്ഞു വീഴും. സ്ത്രീകൾ വന്ന് അത് പെറുക്കി തീ കത്തിക്കും. അത് തിരിച്ചറിവില്ലാത്ത ഒരു ജാതിയല്ലോ. അവർക്ക് എന്താണ് കുറവ്? അതുകൊണ്ട് അവരെ നിർമ്മിച്ചവൻ അവരോട് കരുണ തോന്നുകയില്ല. അവരെ മണഞ്ഞവൻ അവർക്ക് കൃപ കാണിക്കുകയുമില്ല. ധാരണയില്ലാത്ത ജനങ്ങളോട് ദൈവം ഒരു ദയയും കാണിക്കില്ല. ഈ ശക്തമായ സന്ദേശം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. നമുക്ക് യിരെമ്യാവ് 5 അധ്യായത്തിലേക്ക് പോകാം. യിരെമ്യാവ് 5 അധ്യായം 20 വാക്യം. നിങ്ങൾ യാക്കോബ് ഗൃഹത്തിൽ പ്രസ്താവിച്ചു യഹൂദായിൽ പ്രസിദ്ധമാക്കേണ്ടതെന്തെന്നാൽ കണ്ണുണ്ടായിട്ടും കാണാതെയും ചെവി ഉണ്ടായിട്ടും കേൾക്കാതെയും ഇരിക്കുന്ന മൂഢന്മാരും ബുദ്ധിഹീനന്മാരുമായ ജനമേ, ധാരണയില്ലാത്ത ഇത് കേൾപ്പിൻ. നിങ്ങൾ എന്നെ ഭയപ്പെടുകയില്ലയോ? എന്റെ സന്നിധിയിൽ വിറയ്ക്കയില്ലയോ എന്നു യഹോവയുടെ അരുളപ്പാട്.
ഞാൻ കടലിന് കവിഞ്ഞുകൂടാതവണ്ണം നിത്യപ്രമാണമായി മണൽ അതിരാക്കി വച്ചിരിക്കുന്നു. തിരകൾ അലച്ചാലും സാധിക്കയില്ല, എത്ര തന്നെ ഇരച്ചാലും അതിർ കടക്കയില്ല. ഈ ജനത്തിനോ ശാഠ്യവും മത്സരവും ഉള്ളൊരു ഹൃദയം ഉണ്ട്, അവർ ക്ഷടിച്ചു പോയിക്കളഞ്ഞിരിക്കുന്നു. മുൻമഴയും പിന്മഴയും ഇങ്ങനെ നമുക്ക് അതത് സമയത്ത് വേണ്ടുന്ന മഴ തരികയും കൊയ്ത്തിനുള്ള കാലാവധി പാലിച്ചു തരികയും ചെയ്യുന്ന നമ്മുടെ ദൈവമായ യഹോവയെ നാം ഭയപ്പെടുക എന്ന് അവർ ഹൃദയത്തിൽ പറയുന്നതുമില്ല. ഇവ മാറിപ്പോകുവാൻ നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ കാരണം. നിങ്ങളുടെ പാപങ്ങളാൽ ഈ നന്മയ്ക്ക് മുടക്കം വന്നിരിക്കുന്നു. അവരുടെ പാപങ്ങൾ അവർക്ക് നന്മ നഷ്ടപ്പെടുത്തി. എന്തുകൊണ്ടാണത്? 21 വാക്യമനുസരിച്ച് ധാരണയില്ലാത്തവർക്കാണ് ഇത്തരത്തിലുള്ള ഫലം ലഭിക്കുക. അപ്പോൾ ധാരണയുള്ളവരെ ദൈവം എങ്ങനെ തിരിച്ചറിയും? നമുക്ക് സങ്കീർത്തനത്തിന്റെ പുസ്തകം 111 അധ്യായം നോക്കാം. നമുക്ക് സങ്കീർത്തനം 111 അധ്യായം 9 വാക്യം നോക്കാം. അവൻ തന്റെ ജനത്തിന് വീണ്ടെടുപ്പ് അയച്ചു, തന്റെ നിയമത്തെ എന്നേക്കുമായി കൽപ്പിച്ചിരിക്കുന്നു. അവന്റെ നാമം വിശുദ്ധവും ഭയങ്കരവും ആകുന്നു. യഹോവാഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. അവന്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു. അവർക്ക് എന്താണ് ഉള്ളത്? നല്ല ധാരണ. അങ്ങനെ ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കാതെ മനുഷ്യനിർമ്മിത നിയമങ്ങൾ പാലിക്കുന്ന എല്ലാ സഭകൾക്കും ദൈവം ഊന്നിപ്പറയുന്ന ധാരണയില്ല. ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്ന ആളുകൾക്ക് എന്താണുള്ളത്? അവർക്ക് ധാരണയുണ്ടെന്ന് ദൈവം നമ്മെ പ്രകാശിപ്പിക്കുന്നു. നമുക്ക് 10 വാക്യം ഒന്നുകൂടി നോക്കാം. യഹോവാഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. അവന്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു. ഈ യുഗത്തിൽ ധാരണയില്ലാത്ത ജനങ്ങൾ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് വായ്കൊണ്ട് പറയുന്നു. എന്നാൽ അവർ സ്വർഗീയ മാതാവ് യെരുശലേമിനെക്കുറിച്ചുള്ള ബൈബിളിലെ എല്ലാ ഉപദേശങ്ങളും പെസഹായുടെയും ശബ്ബത്തിന്റെയും ദൈവകൽപ്പനകളെയും തുച്ഛീകരിക്കുന്നു. ദൈവത്തിന്റെ കൽപ്പനകൾ നിന്ദിക്കപ്പെടുന്നുവെങ്കിൽ അവർ യഥാർത്ഥത്തിൽ ആരെയാണ് നിന്ദിക്കുന്നത്? അവർ ദൈവത്തെ നിന്ദിക്കുന്നു. ഒരു രാജാവ് സമാധാനപരമായ ജീവിതത്തിന് വേണ്ടി ഒരു നിയമം സ്ഥാപിച്ചുവെന്ന് നമുക്ക് പറയാം. എന്നിരുന്നാലും പൗരന്മാർക്കിടയിൽ ചിലർ നിയമത്തെ പരിഹസിക്കുകയും അത് ലംഘിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് സ്ഥാപിച്ച രാജാവിനോട് അവരുടെ പ്രവൃത്തി എന്താണ് അർത്ഥമാക്കുന്നത്? ദാനിയേൽ 9 അധ്യായത്തിൽ ഇത് ഒരു കലാപമായി വിവരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് യഹോവാഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം എന്ന് എഴുതിയിരിക്കുന്നത്. ദൈവത്തെ ഭയപ്പെടുന്നവർ ആരാണ്? അവർ ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്നവരാണ്. അവർക്ക് എന്താണ് ഉള്ളത്? അവർക്ക് നല്ല ധാരണയുണ്ട്. ഇന്ന് ഈ ജനങ്ങൾ ആരാണെന്ന് നമുക്ക് കണ്ടെത്താം. നമുക്ക് വെളിപ്പാട് 12 അധ്യായം 17 വാക്യത്തിലേക്ക് നോക്കാം. മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു. 7 വാക്യം നാം വായിക്കുമ്പോൾ മഹാസർപ്പം പിശാച് അല്ലെങ്കിൽ സാത്താൻ എന്ന് വിളിക്കപ്പെടുന്ന പുരാതന സർപ്പമാണ്. മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു. ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന്റെ സാക്ഷ്യം ഉള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. അവൻ കടൽപ്പുറത്തെ മണലിന്മേൽ നിന്നു. അവർ എന്താണ് പ്രമാണിക്കുന്നത്? ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന്റെ സാക്ഷ്യം ഉള്ളവരുമായി. തന്റെ കൽപ്പനകൾ പാലിക്കുന്നവരെക്കുറിച്ച് ദൈവം എന്താണ് പറയുന്നത്? ഓരോ യുഗത്തിലും അവർക്ക് ദൈവം നൽകിയ ധാരണയുണ്ട്. ഈ ധാരണ നമുക്കുണ്ടായിരിക്കണം. നാം അത് ജ്ഞാനോദയം എന്ന് കരുതിയാൽ നമുക്കത് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും.
ദൈവത്തെ അംഗീകരിക്കുന്നവർക്കും അവനിൽ ഉറച്ച വിശ്വാസമുള്ളവർക്കും നല്ല ധാരണ നൽകുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തു. 그 좋은 지각은 결국 하나님의 존재를 인정하고 또 하나님에 대한 믿음을 굳건하게 가지는 사람들에게 വെളിപ്പാട് 12-ാം അധ്യായത്തിൽ സ്ത്രീയുടെ ബാക്കിയുള്ള സന്തതികൾ വിശ്വസ്തയോടെ എന്താണ് ആചരിക്കുന്നത്? അവർ ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്നവരാണ്. 하나님의 계명을 지키는 무리라고 이렇게 표현하고 있습니다. അവർ നന്മയുടെ പക്ഷത്താണ്. അവർ സാത്താനെതിരെ വലിയ യുദ്ധത്തിൽ ഏർപ്പെടും. 유일한 선에 속해 있는 존재들이 അവർ നീതിയിൽ വസിക്കുന്നു. 하는 자들이라고 볼 수 있겠습니다. ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്ന സ്ത്രീയുടെ ബാക്കിയുള്ള സന്തതികൾക്ക് ധാരണയുണ്ട്. 지각을 가지고 있는 자들이라고 했습니다. സങ്കീർത്തനം 111-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നതുപോലെ ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്നവർക്ക് നല്ല ധാരണയുണ്ട്. അതുകൊണ്ടാണ് പിതാവ് തന്റെ ആദ്യവരവിലും രണ്ടാം വരവിലും നമുക്ക് ധാരണ നൽകിയത്. 지각을 주시려고 이 땅에 오셨다고 했습니다. 그 표현을 1 യോഹന്നാന്റെ പുസ്തകം 5-ാം അധ്യായത്തിലൂടെ നമുക്ക് ഇത് സ്ഥിരീകരിക്കാം. 1 യോഹന്നാൻ 5-ാം അധ്യായം 18-ാം വാക്യം. 하나님께로서 난 자마다 범죄치 ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്നും നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. 또 아는 것은 നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. നമ്മളാരാണ്? നാം ദൈവത്തിൽ നിന്നുള്ളവർ. സർവ്വലോകവും ആരുടെ നിയന്ത്രണത്തിലാണ്? സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അവർ ദുഷ്ടന്റേതാണ്. വാക്യം 20. ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിവാൻ അവൻ നമുക്ക് എന്താണ് നൽകിയത്? തന്റെ ആദ്യ വരവിന്റെയും രണ്ടാം വരവിന്റെയും ഉദ്ദേശ്യം നമ്മെ മനസ്സിലാക്കുക എന്നതായിരുന്നു. നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. വിവേകം ലഭിച്ചവർ എന്ത് അറിയും? അവർ ദൈവത്തെ അറിയും. നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെ ആകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനും ആകുന്നു. 그는 참 하나님이시여 영생이시라고 이렇게 일깨워주고 있습니다. ഇവിടെ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം ഈ ഭൂമിയിൽ വന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അങ്ങനെ നാം സത്യദൈവത്തെ അറിയാൻ വേണ്ടിയാണ്. 이 땅에 오셨다고 이렇게 알려주고 계신데요. പിതാവിന്റെ യുഗത്തിൽ പിതാവായ ദൈവം യഹോവ ആയിരുന്നു. പുത്രന്റെ യുഗത്തിൽ പുത്രനായ ദൈവം യേശുക്രിസ്തു ആയിരുന്നു. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ യുഗത്തിലോ നാം ആത്മാവിനെയും മണവാട്ടിയെയും അറിയും, അതായത് പിതാവായ ദൈവത്തെയും മാതാവായ ദൈവം. ആത്യന്തികമായി അത് ദൈവത്തിന്റെ കൽപ്പനകളിലൂടെ സംഭവിക്കുന്നു. ഇക്കാരണത്താൽ ദൈവം പരിശുദ്ധാത്മാവിന്റെ യുഗത്തിൽ വന്നപ്പോൾ എന്താണ് ചെയ്തത്? അവൻ പുതിയ നിയമം പുനഃസ്ഥാപിച്ചു. തന്റെ മക്കൾക്ക് പുതിയ നിയമം നൽകുന്നതിൽ ദൈവത്തിന്റെ ഇഷ്ടം എന്തായിരുന്നു? അത് തന്റെ മക്കൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ മാത്രമേ നമ്മൾ ആരെ അറിയും? നാം ദൈവത്തെ അറിയുകയുള്ളൂ. എല്ലാവരോടുമായി ശബ്ബത്തും പെസഹയും പെരുന്നാളുകളും നാം അറിഞ്ഞിരുന്നില്ലെങ്കിൽ ഇവൻ നമ്മുടെ ദൈവം എന്ന് അന്ന് പറയും എന്ന് ബൈബിളിലെ യെശയ്യാവ് 25-ലെ സ്ഥിതിഗതികൾ നമ്മൾ അത് 100,000 തവണ വായിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു? തീർച്ചയായും ഇല്ല. മട്ടൂറിയ വീഞ്ഞുകൊണ്ട് അവൻ മരണത്തെ എന്നേക്കും വിഴുങ്ങും. പ്രവചനത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിലും നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയുമോ? ദൈവം വീഞ്ഞിനൊപ്പം ഒരു സാധാരണ വിരുന്ന് ഒരുക്കുന്നു എന്ന് മാത്രമേ നമ്മൾ മനസ്സിലാക്കുമായിരുന്നുള്ളൂ. ബൈബിളിലെ ഏത് വീഞ്ഞാണ് മരണത്തെ എന്നേക്കുമായി വിഴുങ്ങാൻ ദൈവം ഉപയോഗിക്കുന്നതെന്ന് നാം മനസ്സിലാക്കിയില്ലെങ്കിൽ പുതിയ നിയമമായ പെസഹ വെളിപ്പെടുമ്പോൾ ഇത് എന്തിനു വേണ്ടിയാണ് എന്ന് നാം ചിന്തിക്കും. 그걸 보면서도 저게 뭐 하는 것이지? 왜 필요한 것이지? 그렇게밖에 생각할 수 없는 것입니다. ദൈവത്തിന്റെ നിയമം പാലിക്കുന്നവർക്ക് നല്ല ധാരണയുണ്ട്. അങ്ങനെ നഷ്ടപ്പെട്ട നിയമങ്ങളും ചട്ടങ്ങളും ദൈവം എന്തു ചെയ്യും? നമുക്കുവേണ്ടി അവ പുനഃസ്ഥാപിക്കാൻ താൻ ഈ ഭൂമിയിലേക്ക് വരും. താൻ നമുക്കുവേണ്ടി മറ്റെന്താണ് ചെയ്തത്?
ദൈവം അവയെ നമുക്ക് പഠിപ്പിച്ചു. യോഹന്നാൻ 6:45 നമുക്ക് നോക്കാം. 6:45 യേശു പറഞ്ഞു, എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവർ ആകും എന്ന് പ്രവാചകപുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നു. ആരാണ് അവരെ പഠിപ്പിക്കുക? പിതാവിനോട് കേട്ടുപഠിച്ചവൻ എല്ലാം എന്റെ അടുക്കൽ വരും. ദൈവം മനുഷ്യരാശിയെ എന്താണ് പഠിപ്പിച്ചത്? പരിശുദ്ധാത്മാവിന്റെ യുഗവുമായി ബന്ധപ്പെട്ട പ്രവചനങ്ങൾ നമുക്ക് നോക്കാം. മീഖ 4 നമുക്ക് മീഖ 4:1 നോക്കാം. അന്ത്യകാലത്ത്, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അവസാന യുഗത്തിൽ, യഹോവയുടെ ആലയം ഉള്ള പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. ജാതികൾ അതിലേക്ക് ഒഴുകിച്ചെല്ലും. അനേക വംശങ്ങളും ചെന്ന്, വരുവിൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്കും യാക്കോബിൻ ദൈവത്തിന്റെ ആലയത്തിലേക്കും കയറിച്ചെല്ലാം. യോഹന്നാൻ 6:45 ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവരെല്ലാം ദൈവത്താൽ പഠിപ്പിക്കപ്പെടും എന്ന് പ്രവാചകന്മാരിൽ എഴുതിയിരിക്കുന്നു. ഇത് നേരത്തെ പ്രവചിക്കപ്പെട്ടതാണ്. പ്രവാചകന്മാരുടെ പല രേഖകളിലും മീഖ 4 അവൻ തന്റെ വഴികൾ നമ്മെ പഠിപ്പിക്കും എന്ന് പറയുന്നു. അവൻ നമുക്ക് തന്റെ വഴികളെ ഉപദേശിച്ചു തരികയും നാം അവന്റെ പാതകളിൽ നടക്കുകയും. നാം അനുസരിക്കേണ്ട വഴികൾ ദൈവം നമ്മെ പഠിപ്പിക്കും. കൂടാതെ സിയോനിൽ നിന്ന് എന്ത് പുറപ്പെടും? അവൻ നമുക്ക് തന്റെ വഴികളെ ഉപദേശിച്ചു തരികയും നാം അവന്റെ പാതകളിൽ നടക്കുകയും ചെയ്യും എന്ന് പറയും. സിയോനിൽ നിന്ന് ഉപദേശവും യെരൂശലേമിൽ നിന്നു യഹോവയുടെ വചനവും പുറപ്പെടും. മോശയുടെ നിയമം സീനായി പർവ്വതത്തിൽ നിന്നാണ് വന്നത്. അപ്പോൾ സിയോനിൽ നിന്ന് എന്ത് നിയമം വരുന്നു? അത് ക്രിസ്തുവിന്റെ നിയമമാണ്, പുതിയ നിയമത്തിന്റെ ചട്ടം. താൻ തന്റെ വഴികൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ നാം തന്റെ വഴികളിൽ നടക്കണം. നാം പാലിക്കേണ്ട ഒരു നിയമം ദൈവം നമ്മെ പഠിപ്പിക്കും. പിന്നെ ഏതുതരം ആളുകൾക്കാണ് ധാരണയില്ലാത്തത്? അവർ ദൈവത്തിന്റെ നിയമത്തിൽ ഉൾപ്പെടാത്തവരാണ്. പഴയ നിയമകാലത്ത്, പിതാവിന്റെ യുഗത്തിൽ, അവർ പഴയ നിയമം ഇല്ലാത്തവരായിരുന്നു. ക്രിസ്തു ഈ ഭൂമിയിൽ വന്നതിനു ശേഷം പുതിയ നിയമത്തിൽ ഇല്ലാത്തവർ ധാരണയില്ലാത്തവരാണ്. അതുകൊണ്ട് ആടുകളുടെ വേഷം ധരിച്ചു കൊണ്ട് ദൈവകൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്യുന്നവർ ദൈവമില്ല എന്ന് പറയുന്നവരിൽ നിന്ന് വ്യത്യസ്തരല്ല. മത്തായി 15 യേശു പറഞ്ഞു, ഈ ആളുകൾ അവരുടെ അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയങ്ങൾ എന്നിൽ നിന്ന് അകലെയാണ്. അവരുടെ ആരാധന വെറുതെയായെന്ന് താൻ ചൂണ്ടിക്കാട്ടി. നശിപ്പിക്കപ്പെട്ട പുതിയ നിയമം ദൈവം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ നമുക്ക് ദൈവത്തെ ശരിയായി അറിയുമായിരുന്നു. തെറ്റായ ദൈവത്തെ നാം സേവിക്കുമായിരുന്നു. ഇസ്രായേല്യർ ഒരു വെങ്കല സർപ്പത്തെ തൂണിൽ പ്രതിഷ്ഠിച്ചു. വെങ്കല പാമ്പിന് ഒരുതരം അദ്ഭുത ശക്തിയുണ്ട് എന്ന് അവർ 800 വർഷത്തിലേറെയായി വിശ്വസിച്ചിരുന്നു. വിഷപ്പാമ്പ് കടിച്ച ആരെയും സുഖപ്പെടുത്താൻ ഇതിന് കഴിയും. ഈ ചിന്താഗതിയോടെ അവർ ഇത്രയും കാലം ഒരു വിഗ്രഹത്തെ ആരാധിച്ചു. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ വിശ്വാസം വളർത്തേണ്ടത്? ദൈവം നമ്മെ പഠിപ്പിച്ച നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നാം നമ്മുടെ വിശ്വാസം വളർത്തിയെടുക്കുകയും പുതിയ നിയമത്തിലൂടെ ദൈവത്തോട് കൂടുതൽ അടുക്കുകയും വേണം. പുതിയ നിയമം കൂടാതെ നമുക്ക് ദൈവത്തെ അറിയാൻ കഴിയുമോ? നമുക്ക് ഗലാത്യർ 3:23 നോക്കാം. ഗലാത്യർ 3:23
വിശ്വാസം വരും മുമ്പേ നമ്മെ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിന് കീഴിൽ അടച്ചു സൂക്ഷിച്ചിരുന്നു. അത് എന്തായിരുന്നു? ഇംഗ്ലീഷ് പതിപ്പിൽ അത് ഞങ്ങളുടെ രക്ഷാധികാരിയായിരുന്നുവെന്ന് പറയുന്നു. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. പഴയ നിയമത്തിന്റെ പങ്ക് അതുവരെ മാത്രമായിരുന്നു. ക്രിസ്തു ഈ ഭൂമിയിൽ വന്നതോടെ നിയമം അവസാനിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. പഴയ നിയമത്തിന്റെ സമാപനം ക്രിസ്തുവായിരുന്നു. യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നാം കാണുന്നതുപോലെ ബൈബിൾ ആരെക്കുറിച്ചാണ് സാക്ഷ്യപ്പെടുത്തുന്നത്? ഇവ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്ന തിരുവെഴുത്തുകളാണ് എന്ന് യേശു പറഞ്ഞു. അങ്ങനെ ശബത്ത് ദിനത്തിന്റെ നിയമവും പെസഹയുടെ നിയമവും എല്ലാം ഒരു പ്രാവചനിക ഹിതം ഉൾക്കൊള്ളുന്നു. ആരുടെ ത്യാഗരക്തമാണ് വെളിപ്പെടേണ്ടിയിരുന്നത്? ഈ നിയമങ്ങൾ യേശുക്രിസ്തു പൂർത്തീകരിച്ചില്ലേ? അതുകൊണ്ടാണ് ഗലാത്യയിൽ ക്രിസ്തു വരുന്നതുവരെ നിയമം നമ്മുടെ കാവൽക്കാരൻ എന്ന് എഴുതിയിരിക്കുന്നത്. പഴയ നിയമം മനുഷ്യരാശിയെ യേശുക്രിസ്തുവിലേക്ക് നയിച്ചെങ്കിൽ പുതിയ നിയമം മനുഷ്യരാശിയെ ആരുടെ അടുത്തേക്ക് നയിക്കുന്നു? ആത്യന്തികമായി നിയമത്തിന്റെ ഉപസംഹാരം ദൈവമാണ്. അങ്ങനെ പെസഹ അപ്പവും വീഞ്ഞും എന്തിനെ പ്രതീകപ്പെടുത്തുന്നു? അവ ദൈവത്തിന്റെ മാംസവും രക്തവും പ്രതീകപ്പെടുത്തുന്നില്ലേ? നിയമത്തിലൂടെ ദൈവം നമുക്ക് പരിജ്ഞാനം നൽകിയിട്ടുണ്ട്. കൽപ്പനകൾ പാലിക്കുന്നവർക്ക് മാത്രമേ വിവേകമുണ്ടാകൂ. ദൈവം ഈ ഭൂമിയിൽ വന്നപ്പോൾ ദൈവത്തെ ശരിയായി തിരിച്ചറിയാൻ അവൻ നമുക്ക് വിവേകവും ആത്മീയ കണ്ണുകളും നൽകി. അതുകൊണ്ട് വെളിപ്പാട് 22-ാം അധ്യായം അനുസരിച്ച് പരിശുദ്ധാത്മാവിന്റെ യുഗത്തിൽ പുതിയ നിയമം നമ്മെ ആരുടെ അടുത്തേക്കാണ് നയിക്കുന്നത്? 22-ാം അധ്യായം 17-ാം വാക്യം നോക്കാം. നമുക്ക് വെളിപ്പാട് 22-ാം അധ്യായം 17-ാം വാക്യം നോക്കാം. വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു, കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. അപ്പോൾ ആത്മാവിനെയും മണവാട്ടിയെയും തിരിച്ചറിയാൻ നാം എന്താണ് അറിഞ്ഞിരിക്കേണ്ടത്? ദൈവത്തിന്റെ കൽപ്പനകൾ നാം അറിഞ്ഞിരിക്കണം. നമ്മെ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന നമ്മുടെ രക്ഷാധികാരിയായി നിയമം വർത്തിക്കുന്നതുപോലെ ദൈവത്തെ അറിയുന്നതിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു ചവിട്ടുപടിയായി കൽപ്പനകൾ പ്രവർത്തിക്കുന്നു. പഴയ നിയമം ചെയ്തതുപോലെ പുതിയ നിയമം നമ്മെ ദൈവത്തിലേക്ക് നയിക്കുന്നതിൽ ഒരു പങ്കുവഹിക്കുന്നു. പെസഹായെക്കുറിച്ച് അറിയില്ലെങ്കിൽ യെശയ്യാവ് 25-ാം അധ്യായം 4-ാം വാക്യത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുമോ? മട്ടൂറിയ വീഞ്ഞുകൊണ്ട് മരണത്തെ എന്നേക്കും വിഴുങ്ങുന്നവൻ നമ്മുടെ ദൈവമാണ്. ആ രംഗം നമുക്ക് മനസ്സിലാകുമായിരുന്നില്ല. അത് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ലായിരുന്നു. പെസഹ ദിനത്തിൽ യേശു തന്റെ ശിഷ്യന്മാരോട്, ഈ അപ്പം എന്റെ ശരീരമാണ്, ഈ പാനപാത്രം എന്റെ രക്തത്തിലുള്ള പുതിയ നിയമമാണ് എന്ന് പറഞ്ഞു. നാം ഇതും ഒരിക്കലും മനസ്സിലാക്കില്ലായിരുന്നു. കൂടാതെ യോഹന്നാൻ 6-ാം അധ്യായം 53-ഉം 54-ഉം വാക്യങ്ങളിലെ വാക്കുകൾ നമുക്ക് ഒരിക്കലും മനസ്സിലാകില്ല. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവൻ ഉണ്ട്, ഞാൻ അവരെ അവസാന നാളിൽ ഉയിർപ്പിക്കും. ഏദൻ തോട്ടത്തിൽ ജീവവൃക്ഷം നിത്യജീവൻ നൽകുന്നു. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു നമ്മെ പഠിപ്പിച്ചത്, തന്റെ മാംസവും രക്തവും ഭക്ഷിക്കുന്നവൻ പെസഹ ആചരിക്കുന്നു, അവൻ നിത്യജീവൻ ഉണ്ടെന്നാണ്. ഈ ബന്ധത്തെ നിഴലും യാഥാർത്ഥ്യവുമായി എങ്ങനെ മനസ്സിലാക്കാം? പെസഹയെക്കുറിച്ച് നമ്മൾ പഠിച്ചതിനാൽ ഇതെല്ലാം അർത്ഥമാക്കുന്നില്ലേ? ഉത്സവങ്ങൾ ആഘോഷിക്കുന്ന സിയോനിലാണ് നാമെന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ? എന്നിരുന്നാലും ആളുകൾ ഉത്സവങ്ങളെയോ ദൈവകൽപ്പനകളോ പാലിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ അവർക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? അവർക്ക് ഒരിക്കലും ദൈവത്തെ തിരിച്ചറിയാനുള്ള ആത്മീയ കണ്ണുകളുണ്ടാകില്ല. അതിനാൽ അവരുടെ ഫലം എന്തായിരിക്കും?
어떤 결과가 온다고 하셨는지. നമുക്ക് യെശയ്യാവിന്റെ പുസ്തകം 29 അധ്യായം 11 വാക്യം നോക്കാം. 이사야 29장 11절에 യെശയ്യാവ് 29 അധ്യായം 11 വാക്യം. 모든 성경이 അങ്ങനെ നിങ്ങൾക്ക് സകല ദർശനവും, അതായത് ബൈബിൾ മുഴുവൻ മുദ്രയിട്ടിരിക്കുന്ന എന്താണിത്? ഒരു പുസ്തകത്തിലെ വചനങ്ങൾ പോലെ ആയിത്തീർന്നിരിക്കുന്നു. ഒരു പുസ്തകം അടച്ചുവെച്ചാൽ അതിൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമോ? ഇതാണ് അവരുടെ അവസ്ഥ. അതിനെ അക്ഷരവിദ്യയുള്ള ഒരുത്തന്റെ കയ്യിൽ കൊടുത്ത് ഇതൊന്നു വായിക്കണം എന്ന് പറഞ്ഞാൽ അവൻ എനിക്ക് വയ്യ, അതിന് മുദ്രയിട്ടിരിക്കുന്നുവല്ലോ എന്ന് പറയും. ഒരു വ്യക്തി എത്ര ബുദ്ധിമാനായാലും അർത്ഥം മനസ്സിലാക്കാൻ കഴിയില്ല. വാക്യം 12. അല്ല, ആ പുസ്തകം അക്ഷരവിദ്യയില്ലാത്തവന്റെ കയ്യിൽ കൊടുത്ത് ഇതൊന്നു വായിക്കണം എന്ന് പറഞ്ഞാൽ അവൻ എനിക്ക് അക്ഷരവിദ്യയില്ല എന്ന് പറയും. ആർക്കെങ്കിലും വായിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നതിലല്ല, ബൈബിളിൽ മറഞ്ഞിരിക്കുന്ന സത്യം അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഇത് സത്യമല്ലേ? വാക്യം 13. ഈ ജനം അടുത്തുവന്നു വായ്കൊണ്ടും അധരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്നു ദൂരത്ത് അകറ്റിവെച്ചിരിക്കുന്നു. അവരുടെ ഹൃദയം എങ്ങനെയാണ് എന്നോടുള്ള അവരുടെ ഭക്തി? എന്തിനെ അടിസ്ഥാനമാക്കിയാണ് അവരുടെ ആരാധന? മനഃപാഠമാക്കിയ മാനുഷകൽപ്പനയത്രേ. ഇത് ഒരു പ്രധാന സൂചനയാണ്. ദൈവകൽപ്പനകളാൽ ഉപദേശിക്കപ്പെട്ടവർക്ക് ദൈവത്തെ തിരിച്ചറിയാനുള്ള നല്ല ധാരണയുണ്ട്. 14 വാക്യം നോക്കിക്കൊണ്ട് മാനുഷിക നിയമങ്ങൾ പഠിപ്പിച്ചവർക്ക് എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഇത് കാരണത്താൽ ഞാൻ ഈ ജനത്തിന്റെ ഇടയിൽ ഇനിയും ഒരു അദ്ഭുത പ്രവൃത്തി, അദ്ഭുതവും ആശ്ചര്യവും ആയൊരു പ്രവൃത്തി തന്നെ ചെയ്യും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇത് വളരെ വിചിത്രമായ ഒന്നാണ്. അവരുടെ ജ്ഞാനികളുടെ ജ്ഞാനം. അവരുടെ ജ്ഞാനത്തിന് എന്ത് സംഭവിക്കും? നശിക്കും. അവരുടെ ബുദ്ധിമാന്മാരുടെ ബുദ്ധിയും എന്തു സംഭവിക്കും? മറഞ്ഞുപോകും എന്ന് കർത്താവ് അരുളിച്ചെയ്തു. ഇന്ന് അവരുടെ ആത്മീയ അവസ്ഥ കാരണം ബൈബിളിൽ നോക്കിയാലും അവർക്ക് പെസഹയോ രണ്ടാമത് വന്ന് ക്രിസ്തുവിനെയാ സ്വർഗീയ മാതാവിനെയാ കാണാൻ കഴിയില്ല. ദൈവം അവരുടെ എല്ലാ ജ്ഞാനവും ബുദ്ധിയും അപ്രത്യക്ഷമാക്കി. മനുഷ്യരുടെ നിയമങ്ങളാണ് അവരെ പഠിപ്പിക്കുന്നത്. നാം എത്രത്തോളം ഭാഗ്യവാന്മാരാണ്! അവൻ തന്റെ വഴികൾ നമ്മെ പഠിപ്പിക്കും എന്ന മീഖായുടെ പ്രവചനമനുസരിച്ചാണ് ദൈവം ഈ ഭൂമിയിലേക്ക് വന്നത്. അതുവഴി പുതിയ നിയമത്തിലൂടെ സ്വർഗീയ പിതാവ് വരാനിരിക്കുന്ന സ്വർഗീയ മാതാവ് നമ്മെ ഉണർത്തുന്നു. ഇക്കാരണത്താൽ എലീഷ ഏലിയാവിനെ പിന്തുടർന്നു, യോശുവ മോശയെ പിന്തുടർന്നു, പത്രോസ് യേശുവിനെ പിന്തുടർന്നു, ഞാൻ മാതാവിനെ പിന്തുടരുന്നു എന്ന ഉപദേശം പിതാവ് നമുക്ക് നൽകി. ഞാൻ നിങ്ങൾക്കായി ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ഒരു മാതൃക വച്ചിരിക്കുന്നു എന്നും താൻ പറഞ്ഞു. ഈ കാലഘട്ടത്തിൽ പല തെറ്റായ ഉപദേശങ്ങളും ഉണ്ട്. ആളുകളുടെ ഹൃദയം കീഴടക്കുന്ന നിരവധി വ്യാജങ്ങളുണ്ട്. ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്ന സ്ത്രീയുടെ ശേഷിക്കുന്ന സന്തതികളാണ് നമ്മൾ. അതിനാൽ ദൈവം നമുക്ക് നൽകിയ നല്ല ധാരണയോടെ നമുക്ക് അവസാനം വരെ ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുകയും പിതാവിനെയും മാതാവിനെയും ശരിയായി തിരിച്ചറിയുകയും ചെയ്യാം. അങ്ങനെ നാം സ്വർഗരാജ്യത്തിൽ എന്നേക്കും ഒരുമിച്ചായിരിക്കും. ഇക്കാലത്ത് നമുക്ക് ഈ ചോദ്യം പലപ്പോഴും ലഭിക്കുന്നു: മറ്റുള്ളവർ ബൈബിൾ വായിക്കുമ്പോൾ എന്തുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന്. ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ മനുഷ്യരുടെ നിയമങ്ങൾ പാലിക്കുന്നവരുടെ ജ്ഞാനത്തിനും ബുദ്ധിക്കും എന്ത് സംഭവിക്കും? ജ്ഞാനികളുടെ ജ്ഞാനം നശിക്കും, ബുദ്ധിമാന്മാരുടെ ബുദ്ധി നശിക്കും. ശരിയായ പരിജ്ഞാനമുള്ള ജ്ഞാനികൾ ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്നുവെന്നും വിവേകമുള്ളവരാണെന്നും ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ഈ ജനങ്ങൾ ആരാണ്? വെളിപ്പാട് 12 അധ്യായം 17 വാക്യം അനുസരിച്ച് അവർ സ്ത്രീയുടെ ശേഷിപ്പുകളായ സന്തതികളാണ്.
തന്നെ തിരിച്ചറിയാനും പുതിയ നിയമം പുനഃസ്ഥാപിക്കാനും നമ്മുടെ ദൈവം നമുക്ക് വിവേകം നൽകി. ഈ അനുഗ്രഹീത ശബ്ബത്ത് ദിനത്തിൽ സ്വർഗീയ പിതാവ് അൻസംഘവും സ്വർഗീയ മാതാവ് പുതിയ യെരുശലേമിനും നാം നിത്യമായ നന്ദി നൽകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ പ്രബോധനം അവസാനിപ്പിക്കാൻ ഞാൻ ഗ്രഹിക്കുന്നു. വളരെയധികം നന്ദി.